ഗസയിൽ ഒരു ഭാഗത്ത് ഭക്ഷണ വിതരണം ആരംഭിച്ചു, മറ്റൊരു ഭാഗത്ത് വെടിവെപ്പും ആരംഭിച്ചു. വെടിവെപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ 36 മരണം സ്ഥിരീകരിച്ചു. അതിൽ 8 പേർ കുട്ടികളാണ് എന്ന വിവരം പുറത്തു വന്നു. 44,000 പേർക്കെങ്കിലും ഭക്ഷണ വിതരണം നൽകി എന്നാണ് ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവകാശപ്പെടുന്നത്. യുഎഇയും ജോർദാനും വിമാനം വഴി 17 ടണ്ണോളം എയർ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഭക്ഷണം എത്തിച്ചു. റഫേഡ് അതിർത്തി തുറന്നു. ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ കണ്ടെയ്നറിലൂടെ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാഹനങ്ങൾ കടത്തിവിട്ടു. കണക്ക് പ്രകാരം 60 ട്രക്കുകളെങ്കിലും ഗസയിലേക്ക് പ്രവേശിച്ചു. 100 എണ്ണമാണ് ആവശ്യപ്പെട്ടത്, എന്നാൽ 60 എണ്ണമാണ് പ്രവേശിച്ചത്. ചിലത് തടയപ്പെട്ടു എന്ന് പറഞ്ഞു, തടയപ്പെട്ടത് പിന്നീട് വിട്ടു എന്ന് പറയുന്നു. അങ്ങനെ ചില സംഘർഷാവസ്ഥയൊക്കെ അതിർത്തി കടന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നു. റഫ, ദേറുൽ ബല എന്നീ 2 പ്രദേശത്താണ് ഭക്ഷണ വിതരണം നടത്തിയത്. ഈ ഗസയുടെ മറ്റൊരു ഭാഗത്ത് ഭക്ഷണ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ വെടിവെപ്പിൽ 36 പേർ കൊല്ലപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നു. ഏകദേശം ഗസയിലുള്ള 10% ആളുകൾക്കെങ്കിലും ഭക്ഷണം കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ GHF എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ അമേരിക്കയും ഇസ്രായേലും മാത്രമാണ് അംഗത്വം. ഈ ഐക്യരാഷ്ട്രസഭയുടെ UN സഭയുടെ ഭക്ഷണ വിതരണ സംവിധാനത്തിന് പകരമായി ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണ് ഈ പറയപ്പെട്ട GHF. UN സഭയുടെ നേതൃത്വത്തിൽ ഇനി ഭക്ഷണ വിതരണം ഇവിടെ നടത്താൻ പാടില്ല, ഞങ്ങളത് നൽകിക്കൊള്ളാം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് ആർക്കാണോ താല്പര്യമുള്ളവർക്ക് മാത്രം നൽകുന്ന രീതിയാണ്. അപ്പോൾ വരിയിൽ നിൽക്കുന്ന ഒരാളിപ്പോൾ ഹമാസിൻ്റെ ആളാണ് തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോകും, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാതിരിക്കും. ഈ ഒരു രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ഉള്ള ഈ പറയപ്പെട്ട GHF മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം. 12 ടണ്ണ് ഭക്ഷണ വിതരണം നൽകാമെന്ന് ഈ സ്പെയിൻ പറഞ്ഞിട്ടുണ്ട്. സ്പെയിൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള തൊട്ടടുത്ത ദിവസം, നാളെ മറ്റന്നാളോ ആയിട്ട് ജർമ്മനി ജോർദാനുമായി സഹകരിച്ചുകൊണ്ട് ഭക്ഷണ വിതരണം നൽകാൻ വേണ്ടി, അതൊക്കെ എയർ ഡ്രോപ്പ് വഴി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിന് എന്തിനാണ് എയർ ഡ്രോപ്പ് വഴി ഈ ഭക്ഷണ വിതരണം നൽകുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ റഫയുടെ അതിർത്തി കടന്നുകൊണ്ട് ഗസയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ട്രക്കുകൾ പോകുന്ന തരത്തിലുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം പരമാവധി മേഖലയിലുള്ള പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തകർന്നു പോയിരിക്കുന്നു. തകർന്നു പോയി എന്ന് മാത്രമല്ല, അതിലൂടെ തൽക്കാലത്തേക്കൊന്നും ഒരു വാഹനങ്ങൾ പോകാൻ പറ്റാത്ത വിധം പൊട്ടി തകർന്നിരിക്കുന്ന രീതിയാണ് എന്നുള്ളതും, അതൊരു നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വർഷങ്ങളെടുക്കും പൂർണ്ണമായിരിക്കുന്ന രീതിയിലേക്ക് റോഡുകൾ എത്തിക്കാൻ എന്ന തരത്തിലുമാണ് വിവരം വരുന്നത്. 22 ലക്ഷത്തോളം ഫലസ്തീനികൾ, 22.5 പറഞ്ഞത്, 22.5 ലക്ഷത്തോളം ഫലസ്തീനികളുള്ള ഒരു പ്രദേശത്തേക്കാണ് വെറും 44,000 പേർക്ക് മാത്രം ഭക്ഷണ വിതരണം നടക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഭക്ഷണം നൽകാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ തയ്യാറാണ്. അവരുടെ ഇഷ്ടംപോലെ വാഹനങ്ങൾ, അത് കപ്പൽ മാർഗമാണെങ്കിലും വിമാനമാർഗമാണെങ്കിലും കരമാർഗമാണെങ്കിലും എത്തിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ഏത് തരത്തിൽ എന്തൊക്കെ വേണോ അത്രയും വസ്തുക്കൾ എത്തിക്കാൻ വേണ്ടി അവർ തയ്യാറാണ്. പക്ഷേ വിഷയം എന്താണ്? അവിടേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ഇസ്രായേൽ നൽകുന്നില്ല എന്ന് ചുരുക്കം. ഈ പ്രവേശിക്കാനുള്ള അനുമതി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിന് എന്ത് വേണം? നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കരാറും പോരാ, പിന്നെന്ത് ചെയ്യണം? യുദ്ധം വേണം. ആ യുദ്ധത്തിന് തയ്യാറാവുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവണം. അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം. അതിന് പൂർണ്ണമായ രീതിയിൽ അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന കാലത്തോളം ഈ സംഭവങ്ങൾ ഇങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മുറിവേൽക്കുന്ന ഒരവസ്ഥ അമേരിക്കക്കുണ്ടാവണം. അമേരിക്കക്കാണ് യഥാർത്ഥത്തിൽ ആഘാതമുണ്ടാവേണ്ടതും നഷ്ടമുണ്ടാവണം. എങ്കിൽ മാത്രമേ ഇവിടെ പടക്കുകയുള്ളൂ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം ചെയ്യുന്ന സർവ്വ മേഖലയിലും പൂർണ്ണമായിരിക്കുന്ന അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് പ്രവൃത്തി ചെയ്യുന്നത്. അതല്ലാതെ ഈ ഇസ്രായേൽ ഒറ്റക്കല്ല. ഇസ്രായേൽ ഒറ്റക്ക് യുദ്ധം ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ 12-ാം തീയതി നടത്തിയ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവരവസാനം ഏതെങ്കിലും തരത്തിൽ യുദ്ധവിരാമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്. അപ്പോൾ അമേരിക്ക ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഏതായാലും തോറ്റുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ അവരെ തോൽപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരുമിച്ച് അവരെ കീഴടക്കാം, ഇറാനെ കീഴടക്കാം. അങ്ങനെയാണ്
അമേരിക്ക ഇറാനെ ആക്രമിക്കുക. അമേരിക്ക ഇറാഖെ ആക്രമിച്ചതോടുകൂടിയോ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധത്തിന് തയ്യാറുള്ള വിഭാഗവും യുദ്ധം ചെയ്ത് പരിചയമുള്ള വിഭാഗവും അതിന് താല്പര്യമുള്ള വിഭാഗവുമാണ്. പ്രത്യേകിച്ച് ശത്രുക്കൾ അമേരിക്കയും ഇസ്രായേലും ആണെങ്കിൽ അവർക്ക് ആവേശം കൂടും. സർക്കാരും ഭരണ സംവിധാനങ്ങളും ജനങ്ങളും കൂട്ടായ്മയോടുകൂടി ഒരുമിച്ച് കൊണ്ട് നടത്തിയ യുദ്ധമാണ് 12 ദിവസം നീണ്ടു നിന്ന 13-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ഇസ്രായേലിന് എതിരെ ഇറാൻ നടത്തിയ യുദ്ധം. അവർ വിജയിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് അമേരിക്ക ആക്രമിക്കാൻ അവസരം കിട്ടി. അത് വളരെ ഭംഗിയായിട്ട് ഇറാൻ അത് ചെയ്തു. ലോകത്തിന് മുൻപിൽ ഇറാന് ഹീറോയിസത്തിൻ്റെ പവർ കിട്ടുകയും ചെയ്തു. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഗസയിൽ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ, അവർ പൂർണ്ണമായ രീതിയിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ, അവർ ശാന്തമായി ഉറങ്ങണമെങ്കിൽ മുറിവേൽക്കേണ്ടത് അമേരിക്കക്കാണ് എന്ന് ചുരുക്കം. അങ്ങനെ ഒരു യുദ്ധ സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഒതുങ്ങി കിട്ടൂ. ഇപ്പൊ ഇറാന്റെ വെടികൊണ്ട് അവർ ഒതുങ്ങിയിരിക്കുന്നു, അവർ മൂലക്കലിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ സർവ്വ മേഖലയും തകർന്നിരിക്കും. സാമ്പത്തിക മേഖല, ടൂറിസം മേഖല, തൊഴിൽ മേഖല, സർവ്വ മേഖലയും തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു സാഹചര്യം 12 ദിവസം കൊണ്ട് ഇറാൻ ഉണ്ടാക്കാൻ പറ്റി. യഥാർത്ഥത്തിൽ ഇറാൻ യുദ്ധം ചെയ്ത അവസാനത്തെ 4 ദിവസമാണ്. 25-ാം തീയതി യുദ്ധം അവസാനിക്കുന്ന ഏകദേശം 18-ാം തീയതിയോ 17-ാം തീയതിയോ ആണ് അവർ കാര്യമായിട്ടുള്ള യുദ്ധം ചെയ്തത്. അതുവരെ ഇങ്ങനെ തോണ്ടി എറിയുന്ന പ്രവൃത്തി മാത്രമാണ് ചെയ്തത്. ആ 5 ദിവസം കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒതുക്കി കൂട്ടാൻ, മെരുക്കി കൂട്ടാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു എന്നുള്ളത് ചെറിയ സംഭവമൊന്നുമല്ല. ഇസ്രായേൽ തോറ്റിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സമയത്താണ് അമേരിക്കയുടെ വിമാനം പറന്ന് പൊന്തിക്കൊണ്ട് ഇറാൻ ആക്രമിക്കുന്നത്. അതിനും തിരിച്ചടി ഇറാൻ നൽകിയതോടുകൂടി പിന്നീട് അവരും അങ്ങനെ ഒതുങ്ങിപ്പോയി. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം, ഗസയിൽ ഇത്രയും ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഭക്ഷണ വിതരണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. പട്ടിണി കിടക്കുന്ന ഒരവസ്ഥയും സാഹചര്യം അവിടെ ഉണ്ടാവരുത്. കഴിഞ്ഞ ദിവസത്തെ പട്ടിണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് പുറത്തു വരുന്നു. അതിൽ പറയുന്ന കാര്യം, 147 പേർ പോഷകക്കുറവ് മൂലം മാത്രം, അതായത് ഭക്ഷണം കിട്ടാതെ തന്നെ മരണപ്പെട്ടിരിക്കുന്നു. 88 പേരും കുട്ടികളാണ്. ഗർഭിണികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, യുവാക്കന്മാരുണ്ട്. ഭക്ഷണം കിട്ടാതെ നിൽക്കാന്ന് പറയുന്ന സമയത്ത് 2 ദിവസം 3 ദിവസമൊക്കെ പരമാവധി ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും. പിന്നീട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ വീണു പോകും. പിന്നെ ആരെങ്കിലും വെള്ളം കൊടുത്തെങ്കിലോ ഭക്ഷണം എത്തിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ കഴിക്കാൻ പറ്റൂ. ആർക്കും, ആരോഗ്യമുള്ളവർക്കും ഇല്ലാത്തവർക്കും, ഭക്ഷണമില്ലാത്ത രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിശന്ന് ഇരിക്കുന്ന ഒരാളെ സഹായിക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം. കാരണം കുടുംബങ്ങളൊക്കെ ചെതറിപ്പോയി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത രീതി, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് ആരൊക്കെയാണ് ഉള്ളത് എന്ന് അറിയാത്ത വല്ലാത്തൊരു സാഹചര്യം. മരിച്ചുപോയോ, ബിൽഡിങ്ങിൻ്റെ അകത്താണോ, ജീവനോടെ ഉണ്ടോ, ഏത് ഭാഗത്താണ് എന്ന് പരസ്പരം കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞു നടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗസയ്ക്കകത്ത് കാണാം എന്നുള്ളതാണ് ഈ അറേബ്യൻ ചാനലുകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും അല്ല യഥാർത്ഥത്തിൽ ഗസയിൽ. ദാരുണമാണ്, പ്രയാസമാണ്. ആരെയും കരയിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അവിടെ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ ലോകം കാണുന്നുള്ളൂ. യഥാർത്ഥമായിരിക്കുന്ന ചിത്രം ഇതിനേക്കാളൊക്കെ ഭയാനകരമാണ് എന്ന് ചുരുക്കം. ഏതായിരുന്നാലും കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുന്ന രീതിയിൽ 44,000 പേർക്ക് കിട്ടിയെങ്കിൽ അതെങ്കിലും ആശ്വാസം എന്നാണ് ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലോകം തന്നെ വിലയിരുത്തുന്നത്.